ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ആലു പരാഠ. ഓക്കെ, ആലു പരാഠ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ആലു പരാഠയാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചാണ്, നമുക്ക് പെട്ടെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്, സവാള കുനുകുന അരിഞ്ഞത്, മല്ലിയില, ഉപ്പ്, മുളക് പൊടി, കടുക്, കുറച്ച് കുക്കിംഗ് ഓയിൽ. പിന്നെ അതിന് പുറമെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രോ ഒന്നും ഇട്ടില്ല. ആദ്യം നമുക്ക് ഇതുപോലൊരു മാഷർ വെച്ചിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുക്കാം. നിങ്ങൾ തവി വെച്ചാണെങ്കിലും മാഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മാഷായി വന്നിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണേ. സവാള നമ്മൾ ഒരു 1/4 ഭാഗമേ വഴറ്റാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ ഈ കപ്പയ്ക്കൊക്കെ മുളകൊക്കെ ഇടിക്കത്തില്ലേ, അതിൻ്റെ ഒരു പാകത്തിന് കൂടുതൽ വറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി, അത്രയും സിമ്പിളാണ് സംഭവം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂളി കൊടുക്കാം. നമ്മൾ കുറച്ച് വലിയ എമൗണ്ടിൽ മാവെടുക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് പൊട്ടറ്റോയുടെ സ്റ്റഫിംഗ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു കുറച്ച് പരത്തണം. അപ്പോൾ നമ്മൾ പകുതി പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ പൊട്ടറ്റോയുടെ സ്റ്റഫിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു തവിയോളം സ്റ്റഫിംഗ് എടുക്കണം. സ്റ്റഫിംഗ് കുറയ്ക്കല്, കൂടുതൽ സ്റ്റഫിംഗ് ഉള്ളതാണ് ആലു പൊറാട്ടയ്ക്ക് നല്ലത്. നമ്മളിതൊരു കുമ്പിള് പോലെ അടയ്ക്കുകയാണ്. നമ്മളിത് പരത്തിയെടുക്കാം. പൊറാട്ട പരന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഇടാം. ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചിടാം. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ ഈ 2 സൈഡും അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ആലു പൊറാട്ട റെഡി. അപ്പോൾ നമ്മുടെ അടിപൊളി ആലു പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് സെർവ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ അച്ചാറും കുറച്ച് തൈരും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.